ഇത് ആറാട്ടുപുഴ രമണി ചേച്ചിയുടെ വീട്ടിൽ നമ്മൊരു ഫിൽറ്റർ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 6-7 കൊല്ലമായി നമ്മൾ വെച്ചിട്ട്. അന്നത്തെ രീതിക്ക് അനുസരിച്ച് നമ്മൾ അന്ന് സെറ്റ് ചെയ്ത് കൊടുത്തത്. അത് ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് വെള്ളത്തിന് സ്ലോ ആണ്. ഒരു ടാപ്പ് തുറന്നാൽ മറ്റേ ടാപ്പിലേക്ക് വെള്ളം വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് വിളിച്ചു. അപ്പോൾ നമ്മൾ ചെന്ന് നോക്കിയപ്പോൾ നല്ല രീതിക്ക് ചെളി പിടിച്ച് കിടക്കണം. അവർ ബാക്ക് വാഷിങ് പ്രോപ്പറായിട്ട് ചെയ്യാത്തത് കൊണ്ടായിരിക്കാം അവർ ആ ഒരു ഏരിയയിൽ കടക്കാനും നിൽക്കാനും പറ്റാത്തതുകൊണ്ട് അവർ ആ ബാക്ക് വാഷ് ചെയ്യാറില്ല എന്ന് തോന്നണം. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഞങ്ങൾ ക്ലീൻ ചെയ്യൽ തന്നെ നടക്കുള്ളൂ. നമ്മൾ വെറുതെ വാൽവ് വെച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ചെളിയൊന്നും അത്ര പ്രോപ്പറായിട്ട് പോവില്ല. അപ്പോൾ നമ്മൾ വാൽവിൻ്റെ ഇതൊക്കെ അഴിച്ചെടുത്ത് ക്ലീൻ ചെയ്ത് നമ്മൾ ആസിഡ് ഒഴിച്ചിട്ട് ക്ലീൻ ചെയ്യണേ. നമ്മൾ പണ്ടൊക്കെ നമ്മൾ ആസിഡ് അല്ലാതെ സാധാരണ നോർമൽ വാട്ടർ വെച്ചിട്ട് ഒരു ബ്രഷൊക്കെ വെച്ച് ഉരച്ച് ക്ലീൻ ചെയ്യാറ് പതിവ്. ആ ഒരു രീതി മാറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 15-20 മിനിറ്റൊക്കെ പിടിക്കും നമുക്ക് ഈ ഉരച്ച് ക്ലീൻ ചെയ്ത് വരുമ്പോൾ. പക്ഷേ ആ സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും. പിന്നെ വെച്ചെങ്കിൽ പ്രോപ്പറായിട്ട് അതിൻ്റെ ഇടയിൽ നിന്ന് ചെളിയോ കാര്യങ്ങളൊന്നും പോവില്ല. നമ്മൾക്ക് അതിൻ്റെ റിങ്സിൻ്റെ ഇടയിലിരിക്കുന്ന ഒരു ചെറിയ കട്ടിങ്ങുകളൊക്കെ അത് കറക്റ്റായിട്ടൊന്നും പ്രോപ്പറായിട്ട് പോവില്ല. അപ്പോൾ നമ്മൾ ഈ ആസിഡിൽ വാഷ് ചെയ്ത് 2 മിനിറ്റ് ഇട്ട് വെച്ചാൽ തന്നെ നമുക്ക് ആ ചെളി മൊത്തത്തിൽ അങ്ങോട്ട് റിമൂവ് ആയിട്ട് കിട്ടുമ്പോൾ നമ്മൾ പുതുപുത്തൻ പോലെ തന്നെ നമുക്ക് ആ റിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടും. വാൽവിൻ്റെ ഇടയിലൊക്കെ വെച്ച് ജസ്റ്റ് ഒന്ന് ക്ലീനൊക്കെ ചെയ്ത് നമ്മൾ ഇതാക്കി എടുക്കും. അപ്പോൾ നമ്മൾ ഇത് ആസിഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഗ്ലൗസ് കാര്യങ്ങളും അത്യാവശ്യം പ്രൊട്ടക്ഷൻ പോലെയൊക്കെ നമ്മൾ ചെയ്യാറും. അപ്പോൾ നല്ല രീതിക്ക് ക്ലീൻ ചെയ്തൊക്കെ ഇതേപോലെ തന്നെ കണ്ട നമുക്ക് നല്ല ക്ലീനായിട്ട് പുതിയതിടുന്ന പോലെ തന്നെ നമുക്ക് കിട്ടും. മറ്റേത് എന്തോരം ഉരച്ച് വൃത്തിയാക്കിയാലും ആ ക്ലീനിങ് കിട്ടില്ല. അത് നമ്മൾ 2 ഫിൽറ്ററിൻ്റെ ഉള്ളിലും മോട്ടറിൻ്റെ ഉള്ളിൽ നമ്മൾ ക്ലോറിൻ ഒഴിച്ച് സെറ്റ് ചെയ്ത് കുറേ നേരം പമ്പ് ചെയ്തെടുത്ത് നല്ല രീതിക്ക് ചെളിയുണ്ട്, അത്യാവശ്യം ചെളിയുണ്ട്. അപ്പോൾ 2-3 വട്ടം ഞങ്ങൾ ചെയ്തു. ഈ റീസൈക്കിൾ ചെയ്തിട്ട് നമ്മൾ ചെയ്തു. വന്നിട്ട് ലാസ്റ്റ് നമ്മൾ ഫിൽട്രേഷനിൽ ഇട്ടിട്ടും ചെളി അടിച്ചിട്ടും ചെളി അങ്ങോട്ട് നിൽക്കണില്ല. കുറേ നേരം അടിച്ച് ക്ലീൻ ചെയ്ത് അവരെ നല്ല രീതിക്ക് സെറ്റ് ചെയ്ത് കൊടുത്തു. ആ വെള്ളം നല്ല രീതിക്ക് തന്നെ വെസൽ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി. എന്നാൽ മെയിൻ നമ്മൾ ഓണാക്കി നല്ല ക്ലിയറായെന്ന് കണ്ടതിന് ശേഷം നമ്മൾ പൈപ്പ് ലൈനിക്കൊക്കെ കൊടുത്ത് നമ്മൾ 2-3 ടാപ്പ് ഉള്ളിലും 2 ടാപ്പ് പുറത്ത് തുറന്നപ്പോഴും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഫോഴ്സിലും വന്നു. അപ്പോൾ ക്ലിയറായും ചെയ്തു. അവരെ വെള്ളം നല്ല രീതിക്ക് ക്ലിയറായി അവർക്ക് കണ്ണീര് പോലെ ആയി കിട്ടുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ഇങ്ങനെ വരുന്ന എത്ര വലിയ പ്രശ്നമാണെങ്കിൽ നമുക്ക് ബ്ലോക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുക്കാൻ പറ്റും. കാരണം നമ്മളിപ്പോൾ ഒരു പുതിയൊരു ഫിൽറ്റർ വെക്കുകയാണെങ്കിൽ അത്രയധികം ചിലവും കാര്യങ്ങളും വരും. അപ്പോൾ നിസ്സാര ചിലവിൽ തന്നെ നമുക്ക് ഈ ഫിൽറ്റർ ക്ലീൻ ചെയ്ത് എടുക്കാനും പറ്റും.